കഴിഞ്ഞ മാസം 2025 ഓഗസ്റ്റിൽ ഈ ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനി വിറ്റത് 75,901 വാഹനങ്ങൾ. 1991 1520 കോടിയായിരുന്ന കമ്പനിയുടെ വരുമാനം 2024 1,20,000 കോടി രൂപ കടന്നു. ജീപ്പുകളെ ഇന്ത്യക്കാർ സ്നേഹിച്ചു തുടങ്ങിയത് ഈ കമ്പനി കാരണമായിരിക്കും. പറഞ്ഞു വരുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയെ പറ്റിയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് തുടങ്ങിയ മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എങ്ങനെയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയത്? ഇപ്പോഴും മഹീന്ദ്രയുടെ വാഹനങ്ങൾ എങ്ങനെ ഹിറ്റാകുന്നു? ലെറ്റ്സ് ടോക്ക് ബിസിനസ്. പഞ്ചാബിലെ ലുധിയാനയിലെ 2 സഹോദരന്മാരിൽ നിന്ന് തുടങ്ങാം. 1892 ജനിച്ച ജഗദീഷ് ചന്ദ്ര മഹീന്ദ്ര, 1894 ജനിച്ച കൈലാഷ് ചന്ദ്ര മഹീന്ദ്ര. കുട്ടിക്കാലത്തു തന്നെ അവരുടെ പിതാവ് മരണപ്പെട്ടു. ഇതോടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ജഗദീഷ് ഏറ്റെടുത്തു. വളരാൻ വിദ്യാഭ്യാസം വേണമെന്ന് ചെറുപ്പത്തിലെ ജഗദീഷിന് മനസ്സിലായി. ജഗദീഷ് എഞ്ചിനീയറിംഗ് പഠിച്ചു. ഇളയ സഹോദരനെ കേംബ്രിഡ്ജിലും അയച്ചു പഠിപ്പിച്ചു. തിരിച്ചു വന്നപ്പോൾ KC മഹീന്ദ്ര ഇന്ത്യൻ കോൾഫീൽഡ്സ് കമ്മിറ്റിയുടെയും ഓട്ടോമൊബൈൽ ആൻഡ് ട്രാക്ടർ പാനലിന്റെയും ചെയർമാനായി. സ്റ്റീൽ കൽക്കരി വ്യവസായത്തിൽ അറിവ് നേടിയ ജഗദീഷും കൈലാഷും സുഹൃത്തായ മാലിക് ഗുലാം മുഹമ്മദുമായി കൈകോർത്തു. 1945 ഒക്ടോബർ 2 മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന പേരിൽ സ്റ്റീൽ ട്രേഡിംഗ് കമ്പനി തുടങ്ങി. 1947 വിഭജനം. മുഹമ്മദ് ഇന്ത്യ വിട്ടു. പാകിസ്ഥാന്റെ ആദ്യ ധനകാര്യമന്ത്രിയായി. ഇതോടെ 1948 കമ്പനി പേര് മാറ്റി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നാക്കി. സ്റ്റീൽ ഇൻഡസ്ട്രിയിൽ വൈകാതെ തന്നെ മഹീന്ദ്ര ബ്രദേഴ്സ് വിദഗ്ധരായി. UK സ്റ്റീൽ സപ്ലൈ ചെയ്യാനും അവർ തുടങ്ങി. 1947 മൾട്ടി യൂട്ടിലിറ്റി വാഹനങ്ങളുടെ മേഖലയിലെ സാധ്യതകളെ മഹീന്ദ്ര സഹോദരന്മാർ മനസ്സിലാക്കി. 1949 വില്ലീസ് ജീപ്പിന്റെ അസംബ്ലിങ്ങിന്റെയും വിൽപ്പനയുടെയും കരാർ മഹീന്ദ്രയ്ക്ക് ലഭിച്ചു. അവിടെ നിന്ന് ഓട്ടോമൊബൈൽ രംഗത്ത് മഹീന്ദ്രയുടെ വളർച്ച തുടങ്ങി. അക്കാലത്തു തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും മിസ്തുബിഷിയും തമ്മിൽ കരാർ ഒപ്പിടുകയും ചെയ്തു. വില്ലീസ് ജീപ്പുകളുടെ കരാറും സ്റ്റീൽ വ്യാപാരവും നന്നായി മുന്നോട്ടു പോയി. 1956 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മഹീന്ദ്ര കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 1961 കാർഷിക ഉപകരണങ്ങളും ട്രക്കുകളും ട്രാക്ടറുകളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു US കമ്പനിയുമായി മഹീന്ദ്ര ഗ്രൂപ്പ് കൈകോർത്തു. 1962 അവർ ഫ്രാൻസിലെ ഉജൈൻ കൽമൻ എന്ന കമ്പനിയുമായി ചേർന്ന് പുതിയൊരു കമ്പനി തുടങ്ങി, മഹീന്ദ്ര ഉജൈൻ സ്റ്റീൽ കമ്പനി. 1963 കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയുടെ മരണത്തിന് പിന്നാലെ കേശബ് മഹീന്ദ്ര ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തു. ആ വർഷം തന്നെ അമേരിക്കയിലെ ഇന്റർനാഷണൽ ഹാർവസ്റ്ററുമായി മഹീന്ദ്ര കൈകോർത്തു. B275 ട്രാക്ടർ ഇറക്കി. 1964 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ പേര് ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടു. 1964 ഡിസംബർ 3 ബോംബെയിലെത്തിയ പോപ്പ് പോൾ 6 മഹീന്ദ്ര പ്രത്യേകം നിർമ്മിച്ച ജീപ്പിൽ സഞ്ചരിച്ചതാണ് വഴിത്തിരിവായത്. 1969 യൂട്ടിലിറ്റി വാഹനങ്ങളുടെയും സ്പെയർ പാർട്സുകളുടെയും കയറ്റുമതിയും അവർ ആരംഭിച്ചു. 1977 ഇന്റർനാഷണൽ ട്രാക്ടർ കമ്പനി ഓഫ് ഇന്ത്യ മഹീന്ദ്രയുമായി ലയിച്ചു. അവർ മഹീന്ദ്രയുടെ ട്രാക്ടർ വിഭാഗമായി. ലൈസൻസ് രാജ് സമ്പ്രദായം വന്നതോടെ മഹീന്ദ്രയും മറ്റ് മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിച്ചു. 1983 ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാക്ടർ നിർമ്മാതാവായി മഹീന്ദ്ര മാറി. 1986 ടെലികോം IT സർവീസ് രംഗത്തേക്കും അവർ ചുവടുവെച്ചു. ബ്രിട്ടീഷ് ടെലികോമുമായി കൈകോർത്ത് മഹീന്ദ്ര ബ്രിട്ടീഷ് ടെലികോം സ്ഥാപിച്ചു. പിന്നീട് ഇത് ടെക് മഹീന്ദ്രയായി. 1991 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻസ് രൂപപ്പെട്ടു. 1994 ആയപ്പോഴേക്കും മഹീന്ദ്ര പല രംഗങ്ങളിലും പടർന്നു പന്തലിച്ചിരുന്നു. അതോടെ അവർ 6 ബിസിനസ് യൂണിറ്റുകളായി തിരിച്ച് റീസ്ട്രക്ചർ നടത്തി. ഓട്ടോമോട്ടീവ്, ഫാം എക്യുപ്മെന്റ്, ഫിനാൻഷ്യൽ സർവീസസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സർവീസസ്, സ്റ്റീൽ ട്രേഡിംഗ്. 1996 മഹീന്ദ്ര ഗ്രൂപ്പ് അവരുടെ ആദ്യ റിസോർട്ട് തുടങ്ങി. എവിടെയെന്നറിയാമോ? ഇവിടെ കേരളത്തിൽ, മൂന്നാറിൽ. ആ വർഷം തന്നെ KC മഹീന്ദ്ര എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സ്ഥാപിച്ചു. ഒരു പുതിയ പദ്ധതി, നന്നി കാലി. പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതായിരുന്നു ഈ പദ്ധതി. 1997 ഏപ്രിലിൽ ആനന്ദ് മഹീന്ദ്ര മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറായി. 2000 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലോഗോ മാറ്റി ഒരു പുതുരൂപത്തിലെത്തി. ആ വർഷം അവരൊരു SUV പുറത്തിറക്കി. പേര് മഹീന്ദ്ര ബൊലേറോ. തുടർച്ചയായ 10 വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും വിറ്റുപോയ SUV ആയി ബൊലേറോ. 2002 മഹീന്ദ്ര സ്കോർപിയോ പുറത്തിറക്കി. മഹീന്ദ്ര ഇൻഹൗസായി ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച ആദ്യ SUV ആണ് സ്കോർപിയോ. അടിപൊളി ഡിസൈനും പവർഫുൾ എഞ്ചിനും
അഫോർഡബിൾ വിലയും സ്കോർപിയോ വിപണിയിൽ ഹിറ്റായി. 2007 മഹീന്ദ്ര പ്രൈഡ് സ്കൂളുകൾ സ്ഥാപിച്ചു. 2010 മഹീന്ദ്ര ഫിഫ ലോകകപ്പ് സ്പോൺസർമാരായി. മഹീന്ദ്ര ജീപ്പുകൾ പണ്ടേ ഹിറ്റാണ്. വില്ലീസ് ജീപ്പുകൾക്ക് പിന്നാലെ ജീപ്പ് CJ മോഡലുകൾ മഹീന്ദ്ര നിരത്തുകളിൽ എത്തിച്ചിരുന്നു. 2003 CJ സീരീസ് മഹീന്ദ്ര മേജറായി മാറി. 2010 മഹീന്ദ്ര മേജറിന് പകരക്കാരനായി അവരൊരു SUV ലോഞ്ച് ചെയ്തു. മഹീന്ദ്രയുടെ ഏറ്റവും ഹിറ്റ് വാഹനം ഥാർ. 2010 കാലത്തു തന്നെ യൂറോപ്പിലെ BAE സിസ്റ്റംസ് എന്ന ഡിഫൻസ് കമ്പനിയുമായി മഹീന്ദ്ര കരാർ ഒപ്പിട്ടു. സ്പെഷ്യൽ മിലിറ്ററി വാഹനങ്ങളും ആർട്ടിലറികളും നിർമ്മിച്ചു തുടങ്ങി. ഇന്ന് പല വിദേശ രാജ്യങ്ങളുടെയും പട്ടാളത്തിനായി ഈ കമ്പനി വാഹനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. 2018 മഹീന്ദ്രയുടെ ക്ലാസിക് ലെജൻഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് പണ്ടത്തെ കിടുക്കൻ ബൈക്കുകളായ ജാവ, BSA, SD തുടങ്ങിയവ വീണ്ടും കൊണ്ടുവന്നു. 2019 മഹീന്ദ്ര ലോകത്തിലെ ആദ്യത്തെയും ഏറ്റവും വേഗമേറിയതുമായ ഇലക്ട്രിക് ഹൈപ്പർ കാർ പുറത്തിറക്കി, പിനിൻഫെറീന ബറ്റിസ്റ്റ. ഫെരാരിക്കും വോൾവോയ്ക്കുമൊക്കെ കാറുകൾ ഡിസൈൻ ചെയ്ത് പോന്നിരുന്നത് പിനിൻഫെറീന കമ്പനിയാണ്. 2020 മഹീന്ദ്ര ഥാർ റീലോഞ്ച് ചെയ്തു. 2021 SUV 700യും മഹീന്ദ്ര പുറത്തിറക്കി. ഈ ഹിറ്റ് വാഹനങ്ങൾ ഡിസൈൻ ചെയ്തത് ഒരു വനിതയായിരുന്നു, രാംകൃപ ആനന്ദൻ. 2022 മഹീന്ദ്ര പുത്തൻ സ്കോർപിയോ ഇറക്കി, സ്കോർപിയോ N. ഇതേ വർഷം തന്നെ ആനന്ദ് മഹീന്ദ്രയെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ഇക്കഴിഞ്ഞ വർഷം ഥാർ റോക്സും മഹീന്ദ്ര പുറത്തിറക്കി. ഇലക്ട്രിക് SUVകളായ XEV90യും BE6ഉം മഹീന്ദ്ര ലോഞ്ച് ചെയ്തു. എന്താണ് മഹീന്ദ്രയുടെ സ്ട്രാറ്റജി? ക്രെഡിബിലിറ്റി, വിസിബിലിറ്റി, ലോയൽറ്റി, പൊസിഷനിങ്. ഈ 4 കാര്യങ്ങളിൽ മഹീന്ദ്ര കമ്പനി മുന്നിട്ട് നിൽക്കുന്നു. പല കമ്പനികളുമായും കൈകോർത്ത് പ്രവർത്തിച്ചു തുടങ്ങി. അത് വിജയിച്ച് പിന്നീട് കമ്പനി ഷെയർ കൂട്ടുന്ന രീതിയാണ് മഹീന്ദ്ര പൊതുവെ സ്വീകരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ട്രാക്ടറുകൾ മഹീന്ദ്രയുടേതാണ്. ബിസിനസിന് പുറമെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലും മഹീന്ദ്ര ഗ്രൂപ്പ് ഇടപെടുന്നുണ്ട്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, കുടിവെള്ള പ്രശ്നം എന്നിവയ്ക്ക് പരിഹാരം കാണാൻ കമ്പനി ഇടപെടുന്നു. ആനന്ദ് മഹീന്ദ്രയുടെ എക്സ്പോസ്റ്റുകൾ മഹീന്ദ്ര ഗ്രൂപ്പിനെ ജനങ്ങൾക്കിടയിൽ പ്രിയപ്പെട്ടതാക്കുന്നു. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നുമുള്ള നല്ല വാർത്തകൾ, പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ട് തുടങ്ങിയവ അദ്ദേഹം പങ്കുവെക്കാറുണ്ട്. 1991 മഹീന്ദ്ര ഗ്രൂപ്പിന്റെ വരുമാനം 1520 കോടി രൂപയായിരുന്നു. 2024 ആയപ്പോഴേക്കും അത് 1,20,000 കോടി രൂപ കടന്നു. ഇനിതാ അടുത്ത മാസം മഹീന്ദ്ര തങ്ങളുടെ ഏറ്റവും ജനപ്രിയ SUVകളിൽ ഒന്നായ ഥാറിന്റെ പുതിയ മോഡൽ ഫേസ് ലിഫ്റ്റ് ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു പുറമെ മഹീന്ദ്ര വിഷൻ S, മഹീന്ദ്ര വിഷൻ T, മഹീന്ദ്ര SXT, മഹീന്ദ്ര വിഷൻ X ഇങ്ങനെ 4 പുതിയ SUV കൺസെപ്റ്റുകൾ പുറത്തിറക്കിയിരിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യാനും പദ്ധതി അണിയറയിൽ. ഓട്ടോമൊബൈൽ രംഗത്ത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതികായൻ തന്നെ, അന്നും ഇന്നും.